36 വർഷമായി ഞാൻ ഈ ആനപ്പണി തുടങ്ങിയിട്ട്. ഇന്നേ വരെ എന്റെ ആന ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എത്ര ആനകളുണ്ടായിരുന്നത് അറിയാമോ? പാമ്പാടി രാജൻ, മംഗലാംകുന്ന് കർണൻ, തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, തൈക്കാട്ടുശ്ശേരി വിനോദ്, രാജേഷ് തിരുവമ്പാടി എന്ന് വേണ്ട ഇത്രയും ആനകളെ ഞാൻ മേടിച്ച് നടന്നതാ. പക്ഷേ ഇന്നെന്റെ കർണൻ എന്നെ വിട്ടുപോയി. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കുവേ? അയ്യോ, ഇത് കഴിക്ക. വലിയ വള്ളം മീശയും പറ്റോണ്ട് പട്ടി മോങ്ങുന്ന പോലെ ഇന്ന് മോങ്ങുന്ന കണ്ടില്ലേ? ഓരോ തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് ഈ കിടന്ന് മോങ്ങുന്നേ. മര്യാദക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ കാരണമാണ് ആന മടങ്ങി പോയത്. ആന പോയത് എങ്ങനെയാന്ന് ഞാൻ പറയും. സംഭവം നിങ്ങൾക്ക് എന്തോന്നറിയാമോ? എന്റെ പ്രചോദനട്ടാ, കഴിഞ്ഞ ആഴ്ച എന്റെ അപ്പാപ്പൻ മരിച്ചുപോയി. അതിന്റെ 16 ചടങ്ങായിരുന്നു ഇന്നലെ. എന്റെ അപ്പാപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗാനദിയിൽ ഈ ചിതാഭസ്മം ഒഴുക്കണമെന്നായിരുന്നു. അതിന് ഇന്നലെ കർമ്മമെല്ലാം കഴിഞ്ഞ് ഈ ചിതാഭസ്മം ഒരു പച്ച പാളക്കകത്തി പൊതിഞ്ഞ് എന്റെ കയ്യിൽ തന്നു. അത് ഞാൻ ഇന്ന് രാവിലെ ഒഴുക്കാൻ വേണ്ടിയിട്ട് ഈ പാളയും ചിതാഭസ്മം കൂടെ ദാണ്ട് ഇവിടെ കിടന്ന ഈ ഓലയുടെ പുറത്തോട്ട് വെച്ചിട്ട് ഒരു കുടവെടുക്കാൻ അകത്തോട്ട് പോയ തക്കത്തിന് ഈ മീശക്കാരൻ എന്തുവാ ചെയ്തു വെച്ചെന്നറിയാമോ? ഈ ഓല ആനയ്ക്ക് തിന്നാൻ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ പാളയും ചിതാഭസ്മവും കൂടെ എടുത്ത് ആനയ്ക്ക് തിന്നാൻ കൊടുത്തിരിക്കുന്നു. അത് പൊന്നെ പോട്ട്. ഇപ്പൊ പാളയും ചിതാഭസ്മവും തിന്നതിന് ശേഷം തന്റെ അപ്പാപ്പന്റെ സ്വഭാവം ഈ ആന കാണിച്ചുകൊണ്ട് നടക്കുന്ന നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഈ വിവരം നാട്ടുകാരും എന്റെ കുടുംബക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടാ? അപ്പൊ പിന്നെ ഞാനോ? നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലുമെന്ന കാലത്ത് യാതൊരു സംശയവുമില്ല. നിനക്ക് ഞങ്ങളുടെ അമ്മാവനെ അറിയോ? എന്റെ അപ്പച്ചിയുടെ ഭർത്താവ്. എനിക്ക് എങ്ങനെ അറിയോ? കുടുംബ രവി. അത് നിങ്ങൾ ഈ രാജാക്കന്മാരോട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ടായിരിക്കും. എന്തുവാ കുടുംബിയുണ്ടെന്ന് പറഞ്ഞു? കുടുംബിയുണ്ടെന്നല്ല പറഞ്ഞു, ഉടുമ്പ് രവി. ഇയാൾ പിടിച്ചടം കൊണ്ട് ഇനി പോരുന്ന മനുഷ്യനെ അറിയാമോ? അയ്യോ, അന്നാ പിന്നെ പുള്ളി എനിക്കൊന്ന് പരിചയപ്പെടുത്താ. എന്തിന്? ഒരു വടംവലി ഉണ്ട്, അവിടെ നിന്ന് പുള്ളി ആകുമ്പോ പിടിച്ചടം കൊണ്ട് ഇങ്ങോട്ട്. ഇയാള് ഭയങ്കര ദേഷ്യക്കാരനാ ഞാൻ പറഞ്ഞത്. ആണോ? അവന്റെ ദേഷ്യത്തെ കുറിച്ച് എനിക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. പണ്ട് ഇതുപോലെ അപ്പച്ചി ഒരു ചായ ഇട്ട് കൊടുത്തു. അടുക്കളക്കകത്ത് നിന്ന് ചായ എടുത്തോണ്ട് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങും. കട്ടളപ്പടിയാലും കണ്ട് കാല് തട്ടി ഈ ചായയും ഗ്ലാസും കൊണ്ട് താഴെ വീണ് പൊട്ടിപ്പോയി. എടാ, ഈ മാമൻ എന്തോ ദേഷ്യപ്പെട്ട് എന്തോ ചെയ്തെന്നറിയോ? ഉപ്പിച്ചിരി പറക്കി എറിഞ്ഞു. എറിഞ്ഞല്ല, മുണ്ടങ്ങോട്ട് മടക്കി കുത്തിയിട്ടുണ്ടല്ലോ. ഈ ദേഷ്യത്തിന് കാല് മടക്കി കട്ടളപ്പടിക്കിട്ട് ഒരു 7-8-10 അടി പൊട്ടിച്ചെതറിപ്പോയി. കട്ടളപ്പടിയോ? അല്ല, കാല്. പിന്നെ 2.5 വർഷം പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കിടന്നു. അയ്യോ, അത് ഭയങ്കര സംഭവം. എന്നാ എനിക്കതല്ല മനസ്സിലാകത്തത്. കാലൊടിഞ്ഞത് പോട്ടെ, എന്തിനാ ഫ്ലാസ്കിനകത്ത് കാലിട്ടോണ്ടിരിക്കുന്നത്? എടാ വെടലെ, അയാളിട്ടോണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാണ് നിന്നെ കൊല്ലം. എനിക്ക് അയാളെ മോൻ കാണുന്നത് തന്നെ പേടിയാ. എടാ ചിത്രേഷ്, കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഞാൻ കേട്ടത് ശരിയാണോടാ? ശരിയാ മാമ. അയ്യോ, നിങ്ങളല്ലേ പറഞ്ഞു പുള്ളി ചിരിക്കുന്നത്, പിന്നെ ചിരിക്കുന്നത്? ഘോഷയാത്രയ്ക്ക് കൊണ്ടുവന്ന 2 പ്ലോട്ടുകൾ എന്ന് ചിരിക്കുന്നു. ഹലോ, നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. നീ ഇപ്പൊ എന്താണ് പറഞ്ഞത്? ഒന്നുമല്ല മാമ. എടാ, നീ ഇപ്പൊ എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ. ഘോഷയാത്രയ്ക്ക് പ്ലോട്ടുകൾ ചിരിക്കുന്നെന്നാ പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ വരണ്ടു പോയി. സംഭവം എന്താണെന്നറിയാവോ? എന്റെ അമ്മായിയച്ഛൻ വാസുദേവ പടത്തലവൻ കഴിഞ്ഞ ആഴ്ച മരിച്ച്. ഇന്നലെ ആയിരുന്നു 16 ചടങ്ങ്. മാമ, ഈ സംഭവം ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്നത് ചാരത്തിന് അങ്ങോട്ട് കയറി വന്നു. അല്ല, പറ, അല്ലെങ്കിൽ അങ്ങനെ. എന്നാ ബാക്കി കൂടെ പറയാം. പറ. ഇങ്ങേരുണ്ടല്ലോ എന്റെ ഈ അമ്മായിയച്ഛൻ, വൃത്തികെട്ടവനായിരുന്നു. ഇത് എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഈ തറവാട്ടിലുള്ള കംപ്ലീറ്റ് പേരോട് ഞാൻ ഇയാളെ വൃത്തികേട് പറഞ്ഞു നടന്നിട്ട് ഒരുത്തനും വിശ്വസിച്ചില്ല. മാമ, പാപ്പൻ എന്താ വൃത്തികേട് കാണിച്ചെന്നാ മാമനീ പറയുന്നേ? എന്തോ വൃത്തികേട് കാണിച്ചത്. ജീവിച്ചിരുന്നപ്പോ ഇങ്ങേർക്ക് വെള്ളം അലർജി ആയിരുന്നു. ഇപ്പൊ ചിതാഭസ്മം കഴിച്ചു കഴിഞ്ഞപ്പോ ആനയുടെ മനസ്സിനകത്താണല്ലോ പുള്ളി.
അവിടുത്തെ ആറ്റി കിടന്ന് 6 മണിക്കൂറായിട്ട് കുളിച്ചോണ്ടിരിക്കുവാണ് ഈ പുള്ളി. അത് ഈ ചൂടായിട്ടായിരിക്കും ആന കിടന്ന് വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നത്. അത് ശരിയാ. പക്ഷെ തൊട്ടപ്പുറത്തെ കടവിലെ പെണ്ണുങ്ങൾ കുളി നിർത്തുമ്പോ അപ്പ കുളി നിർത്തും ഈ ആന. ആ ദേ അനാവശ്യം പറഞ്ഞ അപ്പാപ്പനെ കുറിച്ച് കേട്ടോ. എന്താണ് ആവശ്യമാണ് ഞാൻ പറഞ്ഞത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ അപ്പാപ്പനല്ലോ കോടി പുണ്യം ചെയ്ത മനുഷ്യനായിരുന്നു. അതിലൊരു പുണ്യമാണ് ഇപ്പൊ ആറ്റി കിടന്ന് കുളിസിയും കാണുന്നത്. ബാക്കി ലക്ഷക്കണക്കിന് പുണ്യം പുറകെ വരുന്നുണ്ട്. അനുഭവിക്കാൻ തയ്യാറായിക്കോടാ. ഇയാള് പറയുന്ന പോലൊന്നുമല്ല. അപ്പാപ്പനോടല്ലോ ജീവിച്ചിരുന്നപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തോ ആന പാളെ പോയി ആനയുടെ വായിക്കത്തി വെച്ചോളൂ. അതല്ലെന്ന് മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നെ കാണ്ടവങ്ങളുണ്ടല്ലോ, നീ ആകാശത്തോട് നോക്കിയാൽ മതി, ചന്ദ്രന്റെ തൊട്ടടുത്തൊരു നക്ഷത്രം പോലെ ഉദിച്ച് ഇന്ന് നിന്നെ ഞാൻ ചിരിച്ചു കാണിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, പുള്ളി ഭയങ്കര മഹാന കേട്ടോ. അല്ലെ പിന്നെ ചന്ദ്രന്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പറ്റത്തില്ല. എടാ, ഇവൻ പറയുന്നൊന്നും കേക്കരുത്. ഇയാള് പറഞ്ഞ പോലെ ഇയാള് മരിച്ച് ചന്ദ്രന്റെ അടുത്തെങ്ങാനം പോയ ഉദിച്ച് നിന്ന ചന്ദ്രൻ ആ സെക്കൻഡ് അവിടുന്ന് സ്ഥലം വിട്ട് പോയി വേറെ ഗ്രഹത്തിൽ പോയി ഒളിച്ച് താമസിക്കും. അത്രക്ക് വൃത്തികെട്ടവനായിരുന്നു ഇയാള്. വൃത്തികെട്ടവനായിരുന്നു, ഭീകരനായിരുന്നു ആ മാമൻ. എന്ത് ഭീകരനായിരുന്നു ഇയാൾ? പറയടാ. എന്റെ അപ്പാപ്പനല്ലോ അതുപോലെ യുദ്ധം ചെയ്തിട്ടുള്ള മനുഷ്യനാ, അറിയാമോ? യുദ്ധം ചെയ്തിട്ടുള്ള മനുഷ്യൻ. ഇയാൾ ഇത്രയും തറവാടും സ്വത്തും ഒക്കെ ഉണ്ടെങ്കിലും മാസത്തിൽ റേഷൻ കടയിൽ പോകുമായിരുന്നു. 25 കിലോ പച്ചരി, 5 കിലോ പഞ്ചാര, 2 കവർ ആട്ട. ഇത്രയും കൊണ്ടുവരാൻ ഇയാൾ സഞ്ചി കൊണ്ടുപോകത്തില്ല. പിന്നെ പയറിന്റെ തൊലി വലിച്ചു പിടിച്ച് അതിനകത്ത് ഇട്ടോണ്ടാണ് ഇത്രയും സാധനം കൊണ്ടുവന്നോണ്ടിരിക്കുന്നത്. പിന്നെ ഈ തോളിലെ കുഴിയുണ്ടല്ലോ, അതിനകത്ത് 3 ലിറ്റർ മണ്ണെണ്ണയും കൊള്ളുമായിരുന്നു. ഇയാൾക്ക് എവിടെയാണ് യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യം എന്റെ അപ്പാപ്പനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കരുത്. ഇയാളെ എന്ന് കണ്ടാലും അപ്പാപ്പനെ കുറ്റം പറയാനും ദേഷ്യമുള്ളായിരുന്നു ഇയാൾക്ക് നേരം. ഞാനാ എന്റെ അപ്പാപ്പനെ നോക്കിക്കൊണ്ടിരുന്ന ഇത്രയും നാളും. ആ കാര്യം ശരിയാ. പുള്ളിക്ക് മാസാമാസം പെൻഷൻ എപ്പോഴാ വരുന്നതെന്ന് കൃത്യമായിട്ട് ഇവൻ നോക്കുമായിരുന്നു. അതാ നീ പറഞ്ഞ നോക്കും. എടാ, അയാൾ എന്നോട് ചെയ്ത പണി എന്തോന്നറിയാമോ? ഇയാടെ മോളെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. കുറെ കാലം എനിക്കൊന്നും തന്നിട്ടില്ല. ഇടക്ക് ഞാൻ ഇയാടത്ത് ഇച്ചിരി പൈസക്ക് വേണ്ടി ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഒന്നും തന്നില്ലെങ്കിലും നിന്നിങ്ങടെ വടക്കേ പുറത്തെ 1 പിടി മണ്ണെങ്കിലും എനിക്ക് താ, ഞാൻ കൃഷിയെങ്കിലും ചെയ്ത് ജീവിച്ചോളാം. അപ്പൊ ഇയാൾ എന്നെ കൊണ്ട് വടക്കേ പുറത്തെ മണ്ണിലേക്ക് പോയി. പഞ്ചായത്തിൽ നാളെ വിളിച്ച് കംപ്ലീറ്റ് സ്ഥലവും അളന്ന്, എന്നിട്ട് 1 ചട്ടി മമ്മട്ടിക്കകത്തുനിന്ന് 1 പിടി മണ്ണ് വാരി എന്റെ അടുത്ത് തന്നിട്ട് പറയാ കൊണ്ടുപോയിക്കോളാം. എങ്ങനെ ഇരിക്കുന്നു? അതുകൊണ്ട് രക്ഷപ്പെടാതെ നിങ്ങളുടെ കഴിവുകേട്. 1 പിടി മണ്ണ് കൊണ്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടാം? നിങ്ങൾ അതും ഇതും പറഞ്ഞോണ്ടിരിക്കുന്നത് ആന എങ്ങനെ പിടിച്ചോണ്ട് വരാനുള്ള ഏർപ്പാട് ചെയ്യും. എടാ, പറഞ്ഞ പോലെ ആന ഇവിടെ ഓടിപ്പോയപ്പോ നിനക്ക് തളച്ചൂടായിരുന്നടാ. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ആനയുടെ പുറകെ പോയതാ. ഞാൻ അവിടെ ചെന്ന് എന്റെ പൊന്ന് കർണ നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചതാ. അപ്പൊ അവൻ അവിടുന്ന് ഒരു കല്ലെടുത്ത് എന്നെ എറിഞ്ഞ ഒറ്റ ഓടിയിലായിരുന്നു. എടാ, ഇപ്പൊ അത് കർണനല്ല, വാസുദേവ പടത്തലവാന്ന് വിളിക്കണം, എന്നാലേ അത് അടങ്ങത്തുള്ളൂ. അയ്യോ, അത് ശരിയാ. ഈ ആറ്റിലെ കുളിയും കഴിഞ്ഞ് ആന എങ്ങോട്ടാ പോയെന്ന് നീ അന്വേഷിച്ചോ? എങ്ങോട്ടാ പോയാലും പിടിച്ചോണ്ട് പറഞ്ഞു. തൃക്കൊടിത്താനം സാവത്രിയുടെ വീട്ടിലോട്ടാണ് ഈ ആന പോയത്. അയ്യോ, അതെന്റെ ഭാര്യ. ഉമ്മാതല്ലടാ തളക്കാൻ ചെന്നപ്പോ ആന കല്ലെടുത്ത് എറിഞ്ഞത്. ജീവിച്ചിരുന്നപ്പോ എന്നോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, സാവത്രിയുടെ ഭർത്താവിനെ എവിടെ വെച്ച് കണ്ടാലും തല്ലിക്കൊല്ലു. പാപ്പാനെ മര്യാദക്ക് എന്റെ അപ്പാപ്പനെ പിടിച്ചോണ്ട് തന്നത് എനിക്ക് കർമ്മം ചെയ്യാനുള്ളതാന്നാ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഈ ചിതാഭസ്മം കൊണ്ട് ഒഴിക്കാനല്ലേ നിങ്ങളുടെ പ്രശ്നം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ആനയുടെ ഇച്ചിരി പിണ്ടം കിട്ടാൻ പോകുന്നുണ്ടോ? ഇത് കഴിച്ചതിന് ശേഷം ഇതുവരെ ആന പിണ്ട ഇട്ടിട്ടില്ലെന്ന്. എങ്ങനെ ഇടാനാണ്? ജീവിച്ചിരുന്നപ്പോഴേ ആപ്പ് വെക്കുന്ന മനുഷ്യനാണ് ഇയാള്. എന്റെ മാമ, ഇത് എന്താ ഒരു മാർഗം? എനിക്ക് എന്റെ അപ്പാപ്പനെ കൊണ്ട് തരാൻ പറയുന്ന കേക്ക്. അതായത് ആനയുടെ വയറ്റിനകത്തല്ലോ ചിതാഭസ്മം കിടക്കുന്നത്. നമുക്ക് ഏതായാലും ഈ ആന ഇവിടെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഒഴിക്കാൻ കളഞ്ഞാ പോരെ? അമ്മ അമ്മ, ഈ ആനപ്പാപ്പൻ പറഞ്ഞാലും കാര്യമില്ലോ. എന്ത്? ഈ ആന ഇവിടെ കൊണ്ടുവന്നിട്ട് ആനയെ ഒഴുക്കി കഴിഞ്ഞാൽ പ്രശ്നം അങ്ങ് തീരത്തില്ലേ? എടാ, ചിതാഭസ്മം എന്ന് പറയുന്ന ചെറിയൊരു മംഗലത്തിനകത്ത് വെച്ച് തലേ വെച്ച് ഗംഗയെ കൊണ്ട് പുറമോട്ട് തട്ടുന്നതാണ്. ഈ ആനയും തലേ ചുമന്ന് വെച്ച് ഗംഗ വരെ നീ എങ്ങനെ നടക്കുവടാ?